ലോകാവസാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 2033 എന്ന വർഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗരബന്താളിൽ കൊഞ്ചിതയ്ക്കും കൂട്ടുകാർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ മുന്നറിയിപ്പുകളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും വിശുദ്ധ ഫൗസ്തീനാമ്മയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകിയ അറിയിപ്പുകളെക്കുറിച്ചും നാം കരുണയുടെ അവസാന മണിക്കൂറുകളിലാണെന്നും നാം കരുണയ്ക്കായി നിരന്തരം അവിടത്തോട് യാചിക്കണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ഗരബന്താൾ സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗരബന്താൾ സന്ദേശത്തിന് 4 ഭാഗങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള മുന്നറിയിപ്പ്, എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു അടയാളം, ഒരു അത്ഭുതം, ഒരു സ്ഥിരമായ അടയാളം, ഒടുവിൽ ഭയത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും ദൈവത്തോടും അയൽക്കാരനോടുമുള്ള വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും മനുഷ്യവർഗം തിരിയുന്നില്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും പറയുന്നു. വിശുദ്ധ പാദ്രി പിയോ ഗരബന്താൾ അത്ഭുതങ്ങളെ തീർച്ചയായും അവ സത്യമാണെന്ന പ്രതികരണത്തിലൂടെ ഗരബന്താളിനോടുള്ള തന്റെ വിലമതിപ്പ് പ്രകടിപ്പിച്ചതായി നാം കാണുന്നുണ്ട്. ഗരബന്താൾ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2033 എന്ന വർഷം നമ്മുടെ മുന്നിലോട്ട് തരുന്നത് ഒരു വലിയ ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. യേശുക്രിസ്തുവിന്റെ വിയോഗത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും 2000 വർഷം ആഘോഷിക്കുന്ന വർഷമാണ് 2033. ഈ വർഷത്തെ ലോകാവസാനത്തിന്റെ സൂചനകളുമായി ബന്ധപ്പെടുത്തി വായിക്കുന്നു. ദൈവത്തിലോട്ട് തിരിയാനും പ്രാർത്ഥിക്കാനും മാനസാന്തരപ്പെടാനുമുള്ള ദൈവം തന്നിരിക്കുന്ന കരുണയുടെ അവസാന മണിക്കൂറുകളാണെന്നും ദൈവം നമ്മെ ഈ അത്ഭുതങ്ങളിലൂടെയും വാണിങ്ങുകളിലൂടെയും ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു അസാധാരണമായ ഒരു വിശുദ്ധ വർഷമായിരിക്കുമെന്ന് ലിയോ മാർപ്പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്തീനാമ്മയുടെ ഡയറി കുറിപ്പുകളിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് കരുണയ്ക്കായി ഈ ലോകം യാചിക്കണമെന്നും നീതിയുടെ ദിവസം വരുന്നതിനു മുമ്പ് താൻ ഒരു കരുണയുടെ ദിവസം നൽകുന്നുവെന്നും പറയുന്നു. സാഹചര്യങ്ങൾ നിരാശാജനകമായി തോന്നുമ്പോഴും ദൈവിക കരുണയുടെ അവസാന കിരണത്തിലൂടെ ഒരു ആത്മാവിന് അവസാന നിമിഷത്തിൽ ദൈവത്തിലേക്ക് തിരിയാൻ കഴിയും. കാരണം ദൈവത്തിന് സമയബന്ധിതമായ പരിമിതികളില്ല. നീതിയുടെ ദിവസം അടുത്തിരിക്കുന്നുവെന്ന് വിശുദ്ധ ഫൗസ്തീനാക്കി ഈശോ മുന്നറിയിപ്പ് നൽകി. അവർ എൻ്റെ കാരുണ്യത്തെ ആരാധിച്ചില്ലെങ്കിൽ അവർ എന്നേക്കുമായി നശിച്ചു പോകുമെന്നും അവിടുന്ന് മുന്നറിയിപ്പ് നൽകി. അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ മാനസാന്തരത്തിനും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നതിനുമുള്ള അടിയന്തര സന്ദേശമാണ് വിശുദ്ധ ഫൗസ്തീനായുടെ സന്ദേശം.